വിശദമായ വാർത്തകൾ പരിശോധിക്കുമ്പോൾ കൊല്ലത്ത് പിടിയിലായ മുഹമ്മദ് സാദിഖ് പോപ്പുലർ ഫ്രണ്ട് റിപ്പോർട്ടർ എന്ന NIA ഇയാളുടെ അറസ്റ്റ് NIA രേഖപ്പെടുത്തി. ഇന്നലെയാണ് മുഹമ്മദ് സാദിഖിന്റെ വീട്ടിൽ NIA പരിശോധന നടത്തിയത്. വിശദാംശങ്ങളുമായി ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് അജി കുഞ്ഞുമോൻ ചേരുന്നു. അജി, ഇന്നലെയാണ് മുഹമ്മദ് സാദിഖിന്റെ വീട്ടിൽ NIA പരിശോധന നടത്തിയത്. അതോടൊപ്പം തന്നെ ഇന്ന് മുഹമ്മദ് സാദിഖിന്റെ അറസ്റ്റും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള പുതിയ വിവരങ്ങൾ? അൻസില, ഇന്നലെയാണ് ഈ മുഹമ്മദ് സാദിഖിനെ NIA കസ്റ്റഡിയിലെടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തുകയും ചെയ്തു. കൊല്ലത്ത് NIAയുടെ പിടിയിലായ മുഹമ്മദ് സാദിഖിൻ്റെ അറസ്റ്റ് NIA ഇന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ NIA ഇന്ന് വ്യക്തമാക്കുന്ന കാര്യങ്ങൾ അത് ഔദ്യോഗികമായി NIA സ്ഥിരീകരിച്ചിട്ടില്ല. ഈ കൊലപ്പെടുത്തേണ്ട ഇതര സമുദായ നേതാക്കളുടെ പട്ടിക തയ്യാറാക്കുന്ന കുറേ റിപ്പോർട്ടർമാരുണ്ട്. ആരൊക്കെയാണോ ഇവർക്കെതിരെ നിൽക്കുന്ന ആ നേതാക്കന്മാരെ, ഇതര സമുദായത്തിൽപ്പെട്ട നേതാക്കന്മാരെ എല്ലാം കൊലപ്പെടുത്തുന്ന നേതാക്കന്മാരുടെ പട്ടിക തയ്യാറാക്കുന്ന റിപ്പോർട്ടറിൻ്റെ ചുമതലയാണ് ഈ മുഹമ്മദ് സാദിഖിനെന്നാണ് NIA പറയുന്നത്. പക്ഷേ NIA അത് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചില്ല. NIAയുടെ ഔദ്യോഗികമായി ഇനി അല്പസമയത്തിനകം തന്നെ NIA ഇത് സ്ഥിരീകരിക്കുന്നതായിരിക്കും. ഇന്നലെയാണ് മുഹമ്മദ് സാദിഖിൻ്റെ വീട്ടിൽ NIA റെയ്ഡ് നടത്തിയത്. ഈ റെയ്ഡ് നടത്തിയ സമയത്ത് നിരവധി രേഖകൾ NIA പിടിച്ചെടുത്തിരുന്നു. പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഓഫീസുകളിലും സ്ഥാപനങ്ങളിലും അവരുടെ നേതാക്കന്മാരുടെ വീടുകളിലൊക്കെ തുടർച്ചയായി NIA ഉദ്യോഗസ്ഥർ റെയ്ഡുകൾ നടത്തുന്നുണ്ട്. ആദ്യഘട്ട റെയ്ഡിൽ അവരുടെ ദേശീയ സംസ്ഥാന നേതാക്കളെ അടക്കം NIA പിടിക്കുന്ന ഒരു സാഹചര്യം അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് രണ്ടാം ഘട്ട റെയ്ഡിൽ കേരള പോലീസിനെയും കൂടെ അറിയിച്ചുകൊണ്ട് നടത്തിയ റെയ്ഡായിരുന്നു. ഈ റെയ്ഡിൽ NIAയുടെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ രണ്ടാം നിരയിൽപ്പെട്ട നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യവുമായിരുന്നു നമ്മൾ കേരളത്തിൽ കണ്ടത്. ഇപ്പോൾ ഈ രണ്ടാം നിര നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്ത സമയത്താണ് NIAയുടെ നിർണായകമായ ഇടപെടലുകൾ നാം കാണുന്നത്. കാരണം കുറേ രേഖകൾ NIA ഈ രണ്ടാം നിര പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാരുടെ പക്കൽ നിന്നും പിടിച്ചെടുക്കുന്നതായിട്ടുള്ള വിവരങ്ങളൊക്കെയാണ് പുറത്തു വന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അതുതന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഡൽഹിയിൽ ആണ് ഈ അറസ്റ്റിലായ സാദിഖിനെ കൊണ്ടുപോയിട്ടുള്ളത് എന്നാണ് ലഭിക്കുന്ന വിവരം. അത് സംബന്ധിച്ചുള്ള അന്തിമ വിവരങ്ങളൊന്നും തന്നെ നമുക്ക് കിട്ടിയിട്ടില്ല. ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങളൊന്നും തന്നെ നമുക്ക് കിട്ടിയിട്ടില്ല. എന്തായാലും ഈ മുഹമ്മദ് സാദിഖ് NIAയുടെ കണ്ടെത്തലനുസരിച്ച് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രധാന റിപ്പോർട്ടറാണ്. ഈ റിപ്പോർട്ടർമാർ ഈ NIA പറയുന്നതനുസരിച്ച് പോപ്പുലർ ഫ്രണ്ടിന് കുറേ റിപ്പോർട്ടർമാർ ഉണ്ട്. ഈ റിപ്പോർട്ടർമാരുടെ ചുമതല എന്ന് പറയുന്നത് ഇതര സമുദായത്തിൽപ്പെട്ട ആരെയൊക്കെയാണ് വകവരുത്തേണ്ടത് എന്ന് നോക്കി വെക്കേണ്ടതും അവരെ പറ്റിയുള്ള സമ്പൂർണ്ണ വിവരങ്ങളെല്ലാം തന്നെയും എടുക്കേണ്ടതും ഈ റിപ്പോർട്ടർമാരാണ്. അതുകൊണ്ട് തന്നെയാണ് NIA ഇക്കാര്യങ്ങളെല്ലാം തന്നെയും വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അടുത്ത മണിക്കൂറുകൾക്കുള്ളിൽ മാത്രമേ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കിയുള്ളൂ. ഇത് പ്രാഥമിക വിവരങ്ങൾ ആണ്. ഈ പ്രാഥമിക വിവരങ്ങളെല്ലാം തന്നെയും വസ്തുതാപരമായിരിക്കണമെന്നില്ല. വരുന്ന മണിക്കൂറുകളിൽ മാത്രം NIAയുടെ ഔദ്യോഗികമായിട്ടുള്ള വാർത്താക്കുറിപ്പുകൾ പുറത്തിറക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പറയാൻ കഴിയുള്ളൂ. മനസ്സിലാവും. കൊല്ലത്ത് പിടിയിലായ മുഹമ്മദ് സാദിഖ് പോപ്പുലർ ഫ്രണ്ട് റിപ്പോർട്ടർ എന്ന NIA ഇയാളുടെ അറസ്റ്റ് NIA രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെയാണ് മുഹമ്മദ് സാദിഖിന്റെ വീട്ടിൽ NIA പരിശോധന നടത്തിയത്. അജി കുഞ്ഞുമോനാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.